കാസർഗോഡ് ജില്ലയിലും പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള ദീർഘദൂര ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര ഇല്ലാത്തത്. ജില്ലയിൽ 135 ബസ്സുകളിലാണ് സൗജന്യ യാത്ര ചെയ്യാനാകുക. രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് 95% പൊതുമേഖലയിലെ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. അത് KSRTC ആണ് ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത്. എന്തായാലും 127 സർവീസുകളാണ് സൗജന്യ പ്രിയദർശിനി സർവീസായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. മലയോര മേഖല എന്ന നിലയിൽ വലിയ ആശ്വാസം സാധാരണക്കാർക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും 127 സർവീസുകളിൽ വരും ദിവസങ്ങളിൽ അത് വർദ്ധിക്കാനാണ് സാധ്യത. മാത്രമല്ല ഇതര സംസ്ഥാനത്തെ മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്കും ഇതിന്റെ സൗജന്യം, അതിന്റെ സാധ്യതയൊക്കെ സാധാരണക്കാർക്ക് ലഭ്യമാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ സർവീസിനെ കാണുന്നത്? ഇതിനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു വരുമാനം, പ്രത്യേകിച്ച് അതൊരു സമ്പാദ്യമായി മാറ്റിവെക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. വർക്ക് ചെയ്യുന്ന സ്ത്രീകളായാലും യാത്ര ചെയ്യാനുള്ള ഓഫീസിലേക്കുള്ള യാത്രയിലും മറ്റു യാത്രകളിൽ ഒരുപാട് രൂപ ചെലവ് വരുന്നുണ്ട്. ആ പൈസ നമുക്ക് വേറെ ഏതെങ്കിലും സമ്പാദ്യത്തിനോ ബാക്കി വേറെ ഉപകാരപ്രദമായ വേറെ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ മലയോര മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ മലയോര മേഖല നമുക്ക് ട്രെയിനൊക്കെ കയറണമെങ്കിൽ പയ്യന്നൂർ അല്ലെങ്കിൽ നീലേശ്വരം വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മലയോര മേഖലയിൽ നിന്ന് വരുന്ന കൂടുതലും ഇങ്ങനത്തെ ഓർഡിനറി ബസ്സുകളാണ്. അപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്കും രോഗികൾക്കും മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനും ജോലിക്ക് വരുന്നതിനെല്ലാം വളരെ ഏറെ ഫലപ്രദമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിന് UDF സർക്കാരിന് അഭിവാദ്യങ്ങളൊക്കെ. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് നടക്കോ അങ്ങനെ പല ഇതും വന്നേനെ. അപ്പം ഇന്നിപ്പോൾ ഇത് പ്രാവർത്തികമാക്കിയതിന് വളരെ സന്തോഷമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സർക്കാരിന്, VD സതീശൻ സർക്കാരിനോട് ഭയങ്കര കടപ്പാടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായും ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന നിലയിൽ, അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ നാട്ടുകാരും കാണുന്നത്. വളരെ സന്തോഷത്തോടെയാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലെ ഒക്കെയുള്ള സാധാരണക്കാരുൾപ്പെടെ യാത്രക്കാർ ഈ സൗജന്യ യാത്രയെ അല്ലെങ്കിൽ പ്രിയദർശിനി സംവിധാനത്തെ സ്വീകരിക്കുന്നത്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.